കടുത്ത ഭാഷയിലുള്ള വിമർശനമാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അല്പസമയം മുമ്പ് ഈ സ്വമേധയാ സ്വീകരിച്ച ഹർജി പരിഗണിക്കുമ്പോൾ ഉയർത്തിയത്. ജസ്റ്റിസുമാരായ PJ ശിവകുമാർ, അനിൽ കെ നരേന്ദ്രൻ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചിന്റേതാണ് വിമർശനം. രൂക്ഷമായ ഭാഷയിലുള്ള ചോദ്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ദേവസ്വം ബെഞ്ച് ഉയർത്തുന്നത്. പോലീസ് അകമ്പടിയോടെ എങ്ങനെയാണ് ദർശനത്തിനെത്തുന്നത് എന്ന, ശബരിമലയിൽ ദർശനം തേടുന്നതെന്ന് ഹൈക്കോടതി പോലീസിനോട് ചോദിക്കുന്നു. നോർക്ക ചുമതല വഹിക്കുന്ന ആൾക്ക് എന്താണ് പ്രിവിലേജ് എന്നാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദിലീപും സംഘാംഗങ്ങളുമാണ് ദർശനം നടത്തിയതെന്ന ദേവസ്വം ബോർഡിന്റെ പ്രാഥമികമായ മറുപടി. എത്ര പേരാണ് ദർശനത്തിനായി VIP-കൾ ഇങ്ങനെ നിരന്നു നിന്നത് എന്ന്, അതും ഹരിവരാസനം പാടുന്ന സമയത്ത് തുടക്കം മുതൽ ഒടുക്കം വരെ ആ സമയത്ത് നിരന്നു നിന്നത് എന്ന, മിനിറ്റുകളോളം നിരന്നതെന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. ഇത് കാരണം ഹരിവരാസന സമയത്ത് ദർശനം തേടാനുള്ള മറ്റുള്ളവരുടെ ദർശന സൗകര്യം, അവസരം മുടങ്ങിയില്ലേ എന്നാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവരാണ് ഈ ക്യൂവിൽ ഉണ്ടായിരുന്നത്. അവരെ തടഞ്ഞതെന്തിന്, ദർശനത്തിൽ നിന്നും തടഞ്ഞത് എന്തിന് എന്നുമാണ് ഹൈക്കോടതിയുടെ അടുത്ത ചോദ്യം. ദർശനം ലഭിക്കാതെ മടങ്ങിയവർ ആരോട് മറുപടി പറയും എന്ന് ഹൈക്കോടതി ചോദിക്കുന്നു. നമ്മുടെ ദിലീപേട്ടൻ ശബരിമലയ്ക്ക് പോയി. അപ്പോൾ അവിടെ കുറേ സമയം നേർന്നു നിന്നു എന്നൊക്കെയാണ് അത് ഹൈക്കോടതി ഇപ്പോൾ ചോദിച്ചിരിക്കുകയാണ്. ഇതിനു മുമ്പും പോയിട്ടുണ്ടല്ലോ, പുള്ളി കുറേ കാലമായിട്ട് പോകുന്നതാണ്, ഒരുപാട് സെലിബ്രിറ്റീസ് പോകുന്നതുമാണ്. എല്ലാവരും വരുമ്പോൾ അങ്ങനെയൊക്കെയാണ്. ഹരിവരാസനം പാടുന്ന നേരത്ത്, നടയടയ്ക്കുന്ന സമയത്ത് അവിടെ നേർന്ന് നിൽക്കുക എന്നുള്ളതൊക്കെ സെലിബ്രിറ്റീസൊക്കെ ചെയ്യാറുണ്ട്. പവർ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തതല്ലേ. ഞാൻ കുറേ നാളായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്, കുറച്ച് ബിസി ആയിരുന്നു, കുറച്ച് വയ്യായിരുന്നു, അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇത് കണ്ടപ്പോൾ ശബരിമല അയ്യപ്പൻ റിലേറ്റഡ് ടോപ്പിക് എന്നൊക്കെ പറയുമ്പോൾ ചെറിയൊരു വീഡിയോ ഇട്ടേക്കാം. നമ്മുടെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിന് കിട്ടുന്ന ഒരു മനസ്സുഖം ഉണ്ടല്ലോ, അത് എനിക്ക് വലുതാണ്. ദിലീപ് ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് ഇപ്പോൾ ഹൈക്കോടതി പറയുമ്പോൾ, ഇതിനു മുമ്പ് ആരും ചെയ്തിട്ടില്ലേ? ഇപ്പം മാത്രം എന്താണ് ഹൈക്കോടതിക്ക് ഒരു എന്താ പറയുന്നത്, ഉറക്കത്തിന്ന് എണീറ്റതാണോ? ഇപ്പൊ മാത്രം എന്താ ഹൈക്കോടതിക്ക് ഇത്രയ്ക്കും ഒരു ഷോ എന്നൊക്കെ വെളിയിൽ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഞാനല്ല കേട്ടോ. എന്താണേലും ആൾക്കാർ ചോദിക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, ഇതൊക്കെ തുടർന്നുകൊണ്ടിരിക്കും. അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതൊന്നും നിർത്താൻ പറ്റില്ല. ഇങ്ങനെ പല പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് ഇങ്ങനെ കണ്ട് അങ്ങനെ പോവും. അല്ലാണ്ട് എന്തു പറയാനല്ലേ. ദിലീപ് ഇപ്പോൾ ചെയ്തു. ഞാൻ വലിയ ദിലീപ് ഫാനൊന്നല്ല കേട്ടോ. ദിലീപിനെ കുറിച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ദിലീപ് ആള് ശരിയല്ലെന്ന് നമുക്കറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ശബരിമലയ്ക്ക് പോയത് ദിലീപ് ഇതിനു മുമ്പ് പോയിട്ടുണ്ട്. അവിടാണ് പോയിന്റ്. ഇപ്പോൾ മുമ്പുണ്ടായിരുന്ന ജഡ്ജിന് കഴിവില്ല, മുമ്പുണ്ടായിരുന്ന ജഡ്ജിമാർക്കൊന്നും ഗവൺമെന്റ് അല്ലെങ്കിൽ ലോ ആൻഡ് ഓർഡർ, ഇന്ത്യൻ പീനൽ കോഡ്, പിന്നെ ഇപ്പോൾ BNS ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ, CRPC, IPC എന്നൊക്കെ പറയുന്ന പോലെ ഇതിനു മുമ്പുണ്ടായിരുന്ന ജഡ്ജിമാർക്കൊന്നും ശ്രദ്ധയില്ല, അല്ലെങ്കിൽ പബ്ലിക്കിനെ ഒന്നും ശ്രദ്ധിച്ചില്ല എന്നുള്ള ഒരു ഷോ കാണിക്കാനല്ലേ ഇപ്പോൾ ഉള്ള ഹൈക്കോടതിയുടെ ആൾക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഞാനല്ല കേട്ടോ. അങ്ങനെ ചോദിക്കുന്നത് ശരിയാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, കുറേയൊക്കെ. പക്ഷെ ഫുള്ളായിട്ട് ശരിയല്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഉള്ള ജഡ്ജിക്ക് ചിലപ്പം ഈ ദിലീപിന് കൊമ്പുള്ള പോലെ പുള്ളിക്കും കൊമ്പുണ്ടെങ്കിലോ, ഞാൻ പറയുന്നതല്ല, കൊമ്പുണ്ടെങ്കിലോ ഇങ്ങനെ വെളിയിൽ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇങ്ങനെ പുള്ളി ശബരിമലയിൽ ചെന്നു, നടയടയ്ക്കുമ്പോൾ ആൾക്കാരെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ലേഡീസ് വണ്ടി കയറിയിട്ടുണ്ട്. അവിടെ ഉള്ള ആൾക്കാർ സമ്മതിക്കുകയാണെങ്കിൽ അതൊക്കെ വലിയ സംഭവമാണ്. പണ്ട് എൻ്റെ അടുത്ത് ഒരാളൊരു കാര്യം പറയാം. പുള്ളി വലിയ അത്യാവശ്യം ഒരു കാശുകാരനാണ്. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞാല്, രാജു, ആ ആളെ കണ്ടോ? ഞാൻ പറഞ്ഞു, സാർ, അയാള് നമ്മുടെ നാട്ടില് ഈ ഭാഗത്ത് ഒരു SI ആണ്. ഞാൻ പറഞ്ഞു, SIക്ക് ഇമ്മാതിരി ട്രീറ്റ്മെന്റോ? നിങ്ങളുടെ ഫ്രണ്ടാ? പുള്ളി പറഞ്ഞു, ഫ്രണ്ടൊന്നല്ല, അറിയാം, എന്നാലും പരിചയപ്പെടുന്ന എല്ലാവരും ഫ്രണ്ടല്ലോ രാജു. ഞാൻ പറഞ്ഞു, ഓക്കെ സാർ, അതെന്താ ഇത്രയ്ക്കും ട്രീറ്റ്മെന്റ് കൊടുക്കാൻ? അതാണ് ഞാൻ പറയാൻ വരുന്ന പോയിന്റ്. പുള്ളി പറഞ്ഞു, എന്താ സാർ, അയാളുടെ ആ ഒരു ജൂറിസ്ഡിക്ഷൻ, അതിൽ അയാളാണ് രാജാവ് മോനെ. ഇനിയിപ്പോൾ നാളെ ഇൻസ്പെക്ടർ ആവും, അത് കഴിഞ്ഞാൽ റിട്ടയർമെന്റ് സമയത്ത് AC ആവും. ഞാൻ പറഞ്ഞു, AC എന്ന് പറയുമ്പോൾ മറ്റേ DOSP, SP, DSP, ഈ സെറ്റപ്പ്. ഞാൻ പറഞ്ഞു, അപ്പോൾ ആ സ്ഥലത്ത്
നമുക്ക് എന്തെങ്കിലും വേണമെങ്കിലൊക്കെ കാര്യങ്ങളൊക്കെ സാധിക്കാൻ വേണ്ടിയിട്ടാണോ സാറേ എന്ന് ചോദിച്ചു. നമുക്ക് മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ, നീ ഒന്നും മനസ്സിലാവാത്ത പോലെ ചോദിക്കല്ല കേട്ടാ, അതന്നെയല്ലേ നമ്മുടെ ഇത് എന്ന് പുള്ളി. അപ്പോൾ ഒരു SI ആണെങ്കിലും ഒരു കോൺസ്റ്റബിൾ ആണെങ്കിലും ഒരു ചെറിയ ഒരു ജീവനക്കാരനാണെങ്കിലും അവരെയൊക്കെ ഈ കാശുള്ളവർ, ഈ മറ്റേ പ്രശസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവർ, ഒരുപാട്, എല്ലാവരും അല്ല, ഒരുപാട് ആൾക്കാർ അവരെയൊക്കെ പാമ്പർ ചെയ്യും. ചെറിയ ചെറിയ പോസ്റ്റിങ്ങിലുള്ള ആൾക്കാർ, ഒരു വില്ലേജ് ഓഫീസർ, അസിസ്റ്റന്റ് വില്ലേജ് ഓഫീസർ, തഹസിൽദാർ വരെയൊക്കെ പോട്ടെ, അതൊന്നും വേണ്ട, കളക്ടർ അതൊന്നും വേണ്ട, അവരൊക്കെ ഉണ്ടാവും ലിസ്റ്റിൽ. എന്നാലും ഈ ചെറിയ ചെറിയ ആൾക്കാരെ വരെ ഇവർ ചെറിയ രീതിയിൽ പാമ്പർ ചെയ്ത്, ഓരോ ആൾക്കാർക്ക് ഓരോ രീതിയിലുള്ള പാമ്പറിങ് ആണ്. അപ്പം ഇങ്ങനെ പാമ്പർ ചെയ്ത് അതുപോലെ തന്നെയാണ് നമ്മുടെ ശബരിമല ആണേലും തിരുപ്പതി ആണേലും വേളാങ്കണ്ണി ആണെങ്കിലും ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഹജ്ജ് ആണെങ്കിലും, ഹജ്ജിൽ ഫുള്ളായിട്ട് നടക്കുമെന്ന് എനിക്കറിയില്ല, ഞാൻ അവിടെ പോയിട്ടില്ല. ഇവിടെയൊക്കെ ഉള്ള ഈ ജോലിക്കാർ, ജീവനക്കാർ, ഇവരെയൊക്കെ പാമ്പർ ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇവരെയൊക്കെ മറ്റേ ചാക്കിലാക്കുക, ഇവരെയൊക്കെ മറ്റേ ഒരു ഇവരുടെ സർക്കിളിൽ കൊണ്ടുവരിക, ഈ ജോലിക്കാരെ, ഈ അവിടെയൊക്കെ ജീവനക്കാരെയൊക്കെ ഇവരുടെ സർക്കിളിൽ കൊണ്ടുവരിക. അങ്ങനെ 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 കാര്യങ്ങൾ ഇവർക്ക് ആവശ്യമുള്ള സമയത്ത് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ ഒരു കോൾ അടിച്ചാൽ മതി. പക്ഷെ ആ ഒരു ട്രാവലിംഗ് ഉണ്ട്, അവരുടെ കൂടെ ആ ടൈം സ്പെൻഡ് ചെയ്യുക, അവരെ കൊണ്ടുപോയി ഓരോ സ്ഥലങ്ങൾ കാണിക്കുക, അവരെ ട്രീറ്റ് ചെയ്യുക, അവർക്ക് ഒരു കുപ്പി വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് ഫുഡ് വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാ ജീവനക്കാരും അല്ല, എല്ലാ പ്രശസ്തിയുള്ള ആൾക്കാരും അല്ല കേട്ടോ ഞാൻ പറയുന്നത്. ചുരുക്കം ചില ആൾക്കാർ, ചുരുക്കമല്ല, ഒരു 80% എന്നൊക്കെ വേണേൽ പറയാം. അപ്പോൾ നിങ്ങൾ ആ 80%-ൽ പെടുമോയെന്ന് എനിക്കറിയില്ല, ഇത് കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ. എന്നാലും ഇതുപോലത്തെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളപ്പോൾ, അതുകൊണ്ടാണ് വെളിയിൽ പേഴ്സണൽ റിലേഷൻഷിപ്പ് പാടില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ റൂൾസ് ഒക്കെ ഉണ്ട്. പോലീസിലും മറ്റേ മിലിറ്ററിയിലൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ട്, ചെറുതായിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എല്ലാവരെയും എല്ലാ സ്ഥലത്തും കൺട്രോൾ ചെയ്യാനൊന്നും പറ്റില്ലല്ലോ, പറ്റുമോ? അപ്പൊ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കും അല്ലേ? എന്താണ് മീഡിയക്ക് എന്ത് പറ്റി നിങ്ങൾക്ക് ഒരു മെസ്സേജ് ഇടുക ഭയങ്കര വൈറലാകുന്നു? അടുത്തവന്റെ ഭാര്യയുടെ വേലക്കാരനൊക്കെ വിളിക്കോ, ശരവന്തിനൊക്കെ വിളിക്കോ? ഇതാണ് നിങ്ങളുടെ സംസ്കാരം. മറ്റവരുടെ ഭാര്യയെ കുറിച്ച് വേലക്കാരി ഒരു മകനൊക്കെ വിളിക്കോ? എന്റെ മാമന്റെ പിന്നെ. അപ്പൊ നിന്റെ ഭാര്യയെ കുറിച്ച് നമ്മ പറഞ്ഞാൽ എന്തായിരിക്കും? நான் சொல்றேன், சினிமாவை குறிச்சு സംസാരിക്കും, വ്യക്തിത്വം കുറിച്ച് സംസാരിക്കും, അഭിനയം കുറിച്ച് സംസാരിക്കും, ഒരു പടത്തിന്റെ റിലീസിനെ കുറിച്ച് സംസാരിക്കും. എങ്ങനെയുള്ള ധൈര്യം പറഞ്ഞാൽ നിങ്ങൾക്ക്? എന്റെ ഭാര്യ ഇന്ന് കണ്ണ് നിറഞ്ഞു. അടുത്തവന്റെ ഭാര്യ വേലക്കാരിയും ഒക്കെ വിളിക്കുവോ? അങ്ങനെയൊക്കെ ഉണ്ടോ? റൂൾസ് ഇവിടെ ഉണ്ടോ? ഈ നാട്ടിൽ ഉണ്ടോ? പിന്നെ ഗോകുലയുടെ അച്ഛൻ വിളിച്ചത് പണ്ടേ പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയത്തിൽ വലിയ ആളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പറയുമ്പോ പിന്നെ ഞാൻ അമ്പലം, കാര്യങ്ങൾ, നല്ല പ്രവർത്തനം, ഇവിടെ മലയാളീസ് വേണ്ടി, വൈക്കത്തിന് വേണ്ടി എല്ലാ നല്ല കാര്യങ്ങളും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഞാൻ എന്റെ വാക്ക് ഞാൻ തെറ്റിച്ചോ? എന്തെങ്കിലും ഞാൻ തെറ്റിച്ചോ? അപ്പൊ ഞങ്ങൾ രണ്ടുപേരും നല്ലതായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമല്ല, എന്ത് വേണമെങ്കിലും പറയും. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എന്ത് പറയും, അടുത്തവന്റെ മക്കളെ കുറിച്ച് എന്ത് പറയും? നിങ്ങൾ അടിച്ചു കയറി വീട്ടിലേക്ക് പറയാൻ പറ്റും. അതാണ് നിങ്ങളുടെ സംസ്കാരം അല്ലേ? അവർ അച്ഛനെ വിളിച്ചിരുന്നു, രാഷ്ട്രീയക്കാരൻ. പോലീസ് കംപ്ലൈന്റ് കൊടുക്കേണ്ടെന്ന് പറഞ്ഞ് പൊളിറ്റിക്സിന് ഞങ്ങൾ കൊടുക്കില്ല, അവർ നോക്കിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ. ഇത് കൊടുത്തവൻ മാപ്പ് പറയണം, മാപ്പ് പറയണം. അടുത്തവന്റെ ഭാര്യയെ കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കും? ശരി, ഒരുത്തൻ സംസാരിച്ചു, അത് എടുത്തിട്ട് എല്ലാവരും ന്യൂസ് ഇടുക. ഞങ്ങൾക്ക് ഫോൺ കാൾ വരില്ലേ? ഇങ്ങോട്ട് ഫോൺ കാൾ വരില്ലേ? ആദ്യം ഞാനല്ല തുടങ്ങി വെച്ചത്, എതുവേ ഞാനല്ല തുടങ്ങി വെച്ചത്. ആദ്യം അത് മനസ്സിലാക്കും. ആക്ഷൻ ഇസ് ഡിഫറെന്റ്, റിയാക്ഷൻ ഇസ് ഡിഫറെന്റ്. നിങ്ങൾ തുടങ്ങി വെക്കുക, എന്നിട്ട് ഞാൻ റിയാക്ട് ചെയ്യുക. ഒരു മര്യാദ. നീ എന്താണ് വിചാരിച്ചത്? കോവിലയുടെ കുടുംബം നിനക്കറിയോ? നീ നമുക്കറിയാം. ഡയറക്ട് മെസ്സേജ് ടു യു, ഡയറക്ട് മെസ്സേജ് ടു യു. മാപ്പ് പറയണം. ഞങ്ങൾ നിയമത്തെ വിട്ടുകൊടുക്കില്ല. അവർ അച്ഛൻ നോക്കിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്.
കേട്ടോ? ഇനി തൊട്ട് അടുത്തവന്റെ, എന്റെ കാര്യം മാത്രമല്ല, അടുത്തവന്റെ കുടുംബത്തിലെ കയറി കളിച്ചത് എന്താണ് ഭായി ഇത്? നമ്മുടെ ആക്ടർ ബോലയുടെ വൈഫിനെ കുറിച്ച്, വൈഫ് ചെറിയ കുട്ടിയായിരുന്നു. പ്രായം കുറവായിരിക്കുമ്പോൾ ചെറിയ കുട്ടിയായിരിക്കുമല്ലോ. ഇപ്പൊ എല്ലാരും ജനിച്ചു വീഴുമ്പോഴേ മറ്റേ 30-40 വയസ്സാണോ? അല്ലല്ലോ, ചെറിയ കുട്ടിയായിരിക്കും. അത് അവരുടെ ഒരു ബന്ധുവാണെന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഇതിന് കുറെയൊക്കെ കാരണം പുള്ളി തന്നെയാണ്. എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, പുള്ളി എന്തിനാ ഈ കാര്യങ്ങളൊക്കെ വന്ന് ഈ വിളമ്പുന്നത്? ഈ മറ്റേ കാര്യങ്ങളൊക്കെ എന്തിനാ വന്ന് പരസ്യമാക്കുന്നത്? ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അത് ഫാമിലി ആയിട്ട് വെച്ചാൽ പോരെ. നമ്മുടെ മമ്മൂക്ക, ലാലേട്ടന് ചെറുതായിട്ടെങ്കിലും ഒക്കെ പറയും, വൈഫ് മോനൊക്കെ കാണിച്ചിട്ടുണ്ട്. മമ്മൂക്കയുടെ വൈഫോ അല്ലെങ്കിൽ വരാരും പറയാൻ എനിക്ക് കിട്ടുന്നില്ല പെട്ടെന്ന്. എന്താണേലും അങ്ങനെ ഒരാളുടെ ഫാമിലിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നതൊക്കെ ചീപ്പാണ്. അത് ബാല ദേഷ്യപ്പെടുന്നത് കാണുമ്പോൾ നമുക്ക് ചിരി വരുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ കുറെയൊക്കെ ഇയാൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. ഇയാൾ അത്രയും വലിയ പുണ്യാളനൊന്നല്ല. ഇപ്പൊ ഇന്ന് പുണ്യാളനായി ഞാൻ അമ്പലം കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ് എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാർ കയറി റെസ്പെക്ട് ചെയ്യത്തൊന്നുമില്ല. അത് അടുത്തുള്ള ആൾക്കാർ, ഇമീഡിയറ്റ് ഫാമിലി, അവരൊക്കെയാണ് ഇത്തരം ഒരു മാറ്റം വന്നല്ലോ എന്ന് പറഞ്ഞ് അവർ റെസ്പെക്ട് ചെയ്യും. ഇത് ഈ ഫോട്ടോ ഇതൊക്കെ വൈറലാക്കി വിടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടില് എന്താന്ന് വെച്ചാല്, ഒരു ചെറിയ കുട്ടി, അതായത് ഒരു 15-16 വയസ്സ് ഉള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ ഒരു 10 വയസ്സുള്ള ഒരു കുട്ടി, ഈ കുട്ടി ഒരു ഫോട്ടോയിലുണ്ട്. അതാണ് ഈ ബാലചേട്ടന്റെ ഒരു ഫോട്ടോയില് പുള്ളിക്കാരി ഉണ്ട്. പുള്ളിയും പുള്ളിയുടെ വൈഫും നിൽക്കുമ്പോൾ അത് അവിടെ ഉണ്ട്. അപ്പോ ചെറിയ കുട്ടിയായിരുന്നു അന്ന്, ഇന്നത് ഭാര്യയായി എന്ന് പറഞ്ഞ അവിടെ ഒരു വലിയൊരു പ്രശ്നമാണത്. ആ ഫോട്ടോ ലീക്ക് ആവുക എന്ന് പറയുമ്പോൾ തന്നെ, ആ ഫോട്ടോ എങ്ങനെ ലീക്കായി? ആ ഫോട്ടോ ലീക്കായത് വലിയ പ്രശ്നമാണ്. ഈ സെലിബ്രിറ്റീസിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ആദ്യം ദിലീപേട്ടന്റെ ആ വീഡിയോ. അത് വേറെ ഒരു പ്രശ്നമാണ്, ഇത് വേറെ ഒരു പ്രശ്നമാണ്. പക്ഷെ ഈ പ്രശ്നം ഇത് ഒരിക്കലും നിൽക്കാൻ പോകുന്നില്ല നമ്മുടെ ഇന്ത്യയിൽ. കാരണം നമുക്ക് ഈ സംസ്കാരം, കൾച്ചർ എന്നൊക്കെ പറഞ്ഞ്, കൾച്ചർ എന്ന് വെച്ചാൽ എന്താന്നുള്ളത് മനസ്സിലാവാതെ ഈ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ കുറെ ആൾക്കാരുണ്ടല്ലോ, സദാചാരം പറഞ്ഞു നടക്കുന്ന അനാശാസ പ്രവൃത്തികൾ എന്നൊക്കെ പറഞ്ഞു കളയും വന്ന്. അപ്പൊ നമുക്ക് കുരു പൊട്ടും കേൾക്കുന്ന ആൾക്ക്. ഈ ബാലചേട്ടന്റെ കാര്യത്തിൽ അതാണ് സംഭവിച്ചിരിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് അതാണ്. ഈ ബാല എന്ന് പറയുന്ന ആക്ടർ, പുള്ളിയുടെ ഫാമിലി ലൈഫ്, പുള്ളിയുടെ റിയൽ ലൈഫ് പുള്ളി റീലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യൂട്യൂബ്, ഈ സോഷ്യൽ മീഡിയ, ഫേസ്ബുക്ക്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ പുള്ളി ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളായിട്ട് വരും. പുള്ളിയുടെ മോള് ഈ അടുത്ത് ഒരു മാസമോ 2 മാസം മുമ്പ് എങ്ങാണ്ട് വന്നിട്ട് കരഞ്ഞു പറഞ്ഞൊക്കെ നമ്മൾ കേട്ടതാണ്. പുള്ളിയുടെ പഴയ വൈഫ് വന്നിട്ട് പറഞ്ഞൊക്കെ കേട്ടതാണ്. അത് കഴിഞ്ഞ് ഈ കങ്കുവ സിനിമയ്ക്ക് പോകുമ്പോൾ എങ്ങാണ്ടാന്ന് തോന്നുന്നു, അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണെന്ന് തോന്നുന്നു നമ്മുടെ ഈ ഒരു സംഭവം, ഇതെന്റെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടില് 2-3 ടൈപ്പ് ആൾക്കാരുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ള 2 ടൈപ്പ് ഞാൻ പറയാം. ഒരു ടൈപ്പ് എന്ന് പറയുന്നത്, പുള്ളി കല്യാണം കഴിച്ചു, പുള്ളിയുടെ ജീവിതം ജീവിക്കട്ടെ, അടിച്ചൊളിച്ച് നന്നായിരിക്കൂ എന്ന് പറഞ്ഞിട്ട് അവരുടെ ജോലി നോക്കി പോകുന്ന ആൾക്കാരാണ്. വേറെ ഒരു ടൈപ്പ് ആൾക്കാരുണ്ട്, എന്നാലും അവനെ സമ്മതിക്കണം കേട്ടോ. എന്താ സമ്മതിക്കണ്ടത്? അവനെ സമ്മതിക്കണം അളിയാ. അവൻ കണ്ടില്ലേ ഈ പ്രായത്തില് കാണിച്ചത്? ആണോ മറ്റവൻ? ഇങ്ങനത്തെ ഗ്രൂപ്പുകൾ, ഇത് 2 പേര് ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിച്ചാണ്. ഇതുപോലെ 100 കണക്കിന് 1000 കണക്കിന് ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ. വൈകിട്ട് 2 എണ്ണം അടിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത് കണ്ട ഉടനെ അടുത്ത് നിന്ന് ചായ കുടിക്കുന്നവനോട് അല്ലെങ്കിൽ അടുത്ത് ഫുഡ് കഴിക്കുന്നവനോട് ഈ കാര്യം ഡിസ്കസ് ചെയ്യും. ഇതിങ്ങനെ വലുതാവും. ചെറിയ പ്രായത്തിൽ ആ കൊച്ചു നിൽക്കുന്ന ആ ഫോട്ടോ അതെങ്ങനെ റിലീസായി? അത് ഉറപ്പായിട്ട് ഇവരുടെ ഫാമിലിന്ന് അടുത്ത് റിലീസ് ചെയ്താ അല്ലേ? അല്ലെ പുള്ളി തന്നെ റിലീസ് ചെയ്താണോ എന്നറിയില്ല. മറ്റേ പഴയ ഭാര്യ അടുത്ത് റിലീസ് ചെയ്തായിരിക്കും ചിലപ്പം. കൂടാലോചന നടക്കുത്, എനക്കെതിരെ நிறைய പേർ ഇങ്ങ വന്ന് ഇപ്പടി എല്ലാം പണ്ണുത് എന്നൊക്കെ പറഞ്ഞ് ബാല ആക്ടർ ഇടയ്ക്കൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ അത് ചിലപ്പോൾ സത്യമായിരിക്കാം. അല്ലെങ്കിൽ ഈ ഫോട്ടോ, ഈ പ്രത്യേകിച്ച് ഏതൊരു മീഡിയക്ക് വേണ്ടി എടുത്ത ഫോട്ടോ എന്നല്ല, അതൊരു ഫാമിലി ഫോട്ടോ ആണ്. ആ ഫോട്ടോ എങ്ങനെ റിലീസായി? അപ്പൊ ഇതൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടാവും. അതുകൊണ്ടാണ് വന്ന് മറ്റേ ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. ആ ഓഡിയോ ക്ലിപ്പിംഗ് ഞാൻ വെച്ചത്, വീഡിയോ ഞാൻ വെക്കുന്നില്ല. പുള്ളിയുടെ ഫോട്ടോ മാത്രം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. കാരണം ആരെ സംസാരിച്ചെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ. വർത്താനം കേൾക്കുമ്പോൾ ഒരുമാതിരിപ്പെട്ട യൂട്യൂബ് മലയാളീസിനൊക്കെ അറിയാം, ഫേസ്ബുക്ക് മലയാളീസിനൊക്കെ അറിയാം
പണ്ട് എൻ്റെ ശബ്ദം കേട്ടിട്ട് നിനക്ക് മനസ്സിലായില്ലടാ എന്ന് ചോദിച്ച നമ്മുടെ മമ്മൂക്ക ഉണ്ടല്ലോ, മലയാളികൾക്ക്, ഒരുമാതിരിപ്പെട്ട മലയാളികൾക്കൊക്കെ എൻ്റെ ശബ്ദം അറിയാം എന്ന് പറഞ്ഞ അതുപോലത്തെ ഒരു സംഭവമല്ല. ചെറിയ രീതിയിൽ ഒരുമാതിരിപ്പെട്ട മലയാളീസിനൊക്കെ കേട്ടാ അറിയാം ഇത് ഈ മുറി മലയാളവും പറഞ്ഞുകൊണ്ട് വരുന്ന പോലെ. എന്നാണേലും ഇത് വളരെ തെറ്റാണ് പുള്ളി പറഞ്ഞ പോലെ. പക്ഷെ എനിക്കത് കോമഡി ആയിട്ട് തോന്നിയ വേറെ ഒന്നല്ല. അവര് നിയമപരമായിട്ട് അവര് കോർട്ടിൽ പോയിട്ട് ഇതിന് ഇത് മേടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പറയുന്നത് ഇത് ചെയ്ത ആള് വന്ന് മാപ്പി ചോദിക്കണം. ഞാൻ വിചാരിച്ചു ഈ ചെയ്ത ആളിനെ പിടിച്ച് 6 മാസം തടവിലിടും എന്നൊക്കെയാണ് പുള്ളി പറയാൻ വന്നതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ പുള്ളി അത് പെട്ടെന്ന് മാപ്പി ചോദിച്ചില്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള ഇതാണ് നമ്മുടെ ബാലജി ചേട്ടൻ. ഇതുകൊണ്ടൊക്കെയാണ് പുള്ളിയെ കുറെ ആൾക്കാർക്ക് ഇഷ്ടം. പുള്ളി ഭയങ്കര മറ്റേ തോക്കൊക്കെ എടുത്തോണ്ട് വരും, എന്നിട്ടിങ്ങനെ എന്ന് പറഞ്ഞായി പോവും. ആ സമയത്ത് ഒരു ദേഷ്യം വരുന്ന ആ ഒരു ക്യാരക്ടറൊക്കെയാണ് പുള്ളി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി മറിച്ച് അഭിപ്രായമുള്ള ആൾക്കാർ. പിന്നെ മറ്റേ കാര്യത്തിൽ വില്ലനാണ്. മറ്റേ കാര്യം എന്ന് പറയുമ്പോ അഭിനയത്തിൽ വില്ലൻ. ഞാൻ പറയാൻ വന്നത് എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഒരുമാതിരിപ്പെട്ട മലയാളീസിനൊക്കെ. എന്ന് പറഞ്ഞാലും പുള്ളിയുടെ ജീവിതത്തിൽ ഇങ്ങനെ ഓരോന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അത് കണ്ട് ഞാൻ ചിരിക്കുകയല്ല. ഈ ഫോട്ടോ എങ്ങനെ വന്നു പോയി അതൊന്ന് അന്വേഷിക്കുക. അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമായിരിക്കും, അതുകൊണ്ടാണ് ഈ വന്നിട്ട് ദേഷ്യപ്പെട്ട് വീഡിയോ ഇട്ടതല്ലേ. അത് തെറ്റാണ്. ആ ഒരു ഫാമിലി ഫോട്ടോ ചെറിയ കൊച്ചാണെങ്കിൽ എന്താ, ഇപ്പൊ പ്രായപൂർത്തിയായല്ലോ, ചെറിയ പ്രായത്തിലല്ലോ പുള്ളി പീഡിപ്പിച്ചത്. അതുകൊണ്ടാണല്ലോ മാരേജ് ഏജ് എന്നൊക്കെ ഉള്ള സംഭവം വെച്ചിരിക്കുന്നത്. പുള്ളിയുടെ ബന്ധം എന്ന് പറയുമ്പോൾ ഒരു കസിൻ ബന്ധമല്ലേ ഉള്ളൂ. അതൊന്നും തെറ്റൊന്നല്ല ഇന്ത്യയിൽ. ഇത് പറയാൻ